മറ്റേ മാത്സിന്റെ ആ ബുക്ക് എടുത്ത് വെച്ചായിരുന്നോ? മറ്റേ പഴയത് എടുത്ത് വെച്ചോ? മലയാളത്തിന്റെ ടെസ്റ്റ് എടുത്തായിരുന്നോ? അത് നോക്കിയോ? നോക്കണം കേട്ടോ. എന്തോരം മൈനയാണ് മൈന. മൈന കണ്ടോ തപ്പു? എന്തോരം മൈനകളാന്ന് വെച്ചാ നീ പൂച്ച. പൂച്ച ആ മൈനകളൊക്കെ താഴെ കൊണ്ടിരുന്നിട്ട് പയ്യെ പോണേന്ന് പിടിക്കാൻ വേണ്ടിട്ട്. ഇതേത് പൂച്ചയാണ് തപ്പുവേ? ഇതേത് പൂച്ചയാണ്? ആദ്യമായിട്ട് കാണുമല്ലോ. നിറയെ മൈന ഉണ്ടായിരുന്നു. ആ പൂച്ച പയ്യെ ഓടി വന്നതാ പിടിക്കാനായിട്ട്. അപ്പോഴേക്കും ഇറങ്ങി കൂടി ഓടി. 3-4 ഉണ്ടായിരുന്നു. 3-4 ഉണ്ടായിരുന്നു. നീ ആണോ കാണാൻ വേണ്ടി വിളിച്ചതാണ്. സപ്പോർട്ട് ഒന്നിരിക്കണുണ്ടോ? സപ്പു വരണില്ല. എടി സപ്പു, ഇന്നലെ നമ്മള് ടൗണിൽ പോയപ്പോഴേ ആ അമ്പലത്തിലെ 2-3 ചിന്തിക്കടയിലേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്താണോ സംഭവം? മനസ്സിലാവില്ല. കറണ്ട് പോയോ? ഇപ്പൊ ആ തണുപ്പങ്ങ് മാറുന്നുണ്ടല്ലേ, വെയിലങ്ങ് ഉദിച്ചു വരുമ്പോഴേക്കും. അല്ല, അവിടെ എന്താ സംഭവം? അവിടുത്തെ ഉത്സവമൊക്കെ കഴിഞ്ഞതല്ലേ, പിന്നെന്ത് സംഭവം? നമുക്ക് നോക്കാം, അടുത്ത ആഴ്ച പോയി നോക്കാം എന്തെങ്കിലും ഉണ്ടോ. തണുപ്പായിട്ട് ഏകദേശം സമയം പിടിച്ചിട്ട് പറ്റണില്ല. ശബ്ദവും പോയി. അതേ സംഭവം പിന്നെ വന്നിട്ടുണ്ട്. അത് ഓഫാക്കിട്ട് ഒരുപാട് നേടി. അണ്ണാനെ, മൈന, അശോകെ ഏതപ്പോ എന്തോരം മൈനയെ നോക്കിയേ, കണ്ട അണ്ണാൻ നോക്കിയേ. പയ്യെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. പൂച്ച ഇവിടെ നിൽക്കുന്നത്. വേണമെങ്കിൽ ഒരെണ്ണത്തിന് പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങോട്ട് പോയില്ല. എന്താണ് രാവിലെ മൈനകളൊക്കെ?
ആരാണ് ലൈവില് ആരാണ് വന്നത്? ലൈക്ക് കൊടുത്ത് കമന്റ് ഇട്ടേ. ഗുഡ് മോർണിംഗ്. ആരാണ്? ജലദോഷം പിടിച്ചിട്ട് ഒച്ചയെ പോയി. മൂക്കൂട് വർത്താനം പറയണ പോലെ ഉണ്ട്. സപ്പു ടൈം നോക്കിക്കൊണ്ടോ. കണ്ണിനൊക്കെ ഭയങ്കര ചൂട്. ഇതെന്തോ വല്ലാത്ത തണുപ്പായിരുന്നു. എന്റെ പൊന്നു ചപ്പു, രാവിലെ ഒന്ന് ചപ്പു എഴുന്നേക്കണായിരുന്നു. 6 മണിയായിട്ട് എഴുന്നേറ്റ് ഭയങ്കര ഇതല്ലേ? 6 മണിയായപ്പോഴും നല്ലതല്ലേ? നീ എഴുന്നേറ്റ് വന്നപ്പോൾ നല്ല തണുപ്പല്ലായിരുന്നോ? ഇപ്പഴേ വെയിൽ ഉദിച്ചു വരുന്നതുകൊണ്ട് കുറച്ച് നീ അത് ഓഫാക്കിട്ട് ഇവിടെ വന്നിരിക്കും തപ്പു. ലൈവിൽ വന്നവരൊക്കെ ലൈക്ക് കൊടുത്ത് കമന്റ് ഇട്ടേ. എന്താണ് മിണ്ടാണ്ടിരിക്കണേ? എല്ലാരും ലൈക്ക് കൊടുത്ത് കമന്റ് ഇട്ട് വാ. ഇതെന്താ ആരും അനങ്ങാത്തത്? മെസ്സേജും ഇല്ല, ലൈക്കും ഇല്ല, എന്താണാവോ? ലൈക്ക് കൊടുക്കൂ. ഒരാൾ ലൈക്ക് കൊടുത്തിട്ടുള്ളൂ. ഈ മെസ്സേജ് ഇടൂ, നല്ല ആരാന്ന് അറിയാൻ പറ്റുള്ളൂ. ജലദോഷം പിടിച്ചിട്ട് ശബ്ദവും പോയി, മൂക്ക് കൊണ്ട് വർത്താനം പറഞ്ഞിട്ട്. സപ്പു എന്റെ ശബ്ദം എങ്ങനെ ഉണ്ടടി സപ്പു? സപ്പുവേ എന്റെ ശബ്ദം എങ്ങനെ ഉണ്ട് സപ്പു? കണ്ണകത്തുന്നൊക്കെ ഒരു പുക ചൂടടിച്ചിട്ട് ഒരുപാടോ എന്തോ. എന്തൊരു കാലാവസ്ഥയാണ്. ആരും കമന്റ് ഇടുന്നില്ല. കമന്റ് ഇടാതെ എങ്ങനെയാ അറിയാനും? കമന്റ് ഇട്ടാലല്ലേ അറിയുള്ളൂ. കമന്റ് ഇടൂ പ്ലീസ്, കമന്റ് ഇടൂ. ലൈക്ക് കൊടുത്ത് കമന്റ് ഇടൂ. ആരാണ്? ഗുഡ് മോർണിംഗ് എവരിബഡി. ശബ്ദമൊക്കെ പോയി കേട്ടാ. മൂക്കോട്ട് വർത്താനം പറയുന്ന പോലെ ഉണ്ട്. ഹലോ വെരി നൈസ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. സിറ്റുവേഷൻ വെരി നൈസ്. താങ്ക് യു. ശബ്ദം പോയി ഒച്ച ഇങ്ങനെ അടക്കണോണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്പായി പോകണം കേട്ടോ. കുറേ ഇങ്ങനെ താഴെ സംസാരിച്ചിരുന്നാൽ ചിലപ്പോൾ വേണമെങ്കിൽ ചുമയാവും. ഇന്നലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ വൈകിട്ട് മുതൽ തുമ്മലും ജലദോഷവും ശബ്ദവും പോയി. വൈകിട്ടായപ്പോൾ ഒട്ടും ശബ്ദമില്ല. പിന്നെ കുറെ ചൂടുവെള്ളമൊക്കെ എടുത്ത് കുടിച്ച് ഒരുവിധമൊക്കെ തിരിച്ച് വന്നു. ഇനി മാറിയില്ലെങ്കിൽ നാളെ ഹോസ്പിറ്റലിലും പോകണം. സാധാരണ ജലദോഷം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാറൊന്നുമില്ല. കാരണം തുമ്മി ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ മാറിക്കോളൂല്ലോ എന്നുള്ള. വിക്സിന് നല്ല പണിയാണ്. വിക്സ് തീർന്നു കിട്ടും ഒരാഴ്ച കൊണ്ട്. വി ആർ ലീവിങ് കോട്ടയം. ഹമീദ് കേട്ടോ? എൻ്റെ സ്ഥലം കോട്ടയമാണ്. ഇവിടെ നല്ല തണുപ്പാണ് രാവിലെ മുതൽ. ഇന്നലെ വരെ കുഴപ്പമുണ്ടായിരുന്നില്ല. ലെഫ്റ്റ് അടിച്ചു പോയോ? മെസ്സേജ് ഇട്ടിച്ച് പോയോ? പിന്നെ ആരാണ് ലൈവിലുള്ളത്? എല്ലാവരും വന്നിട്ട് ലൈക്ക് കൊടുക്കാണ്ടും മെസ്സേജ് ഇടാനും ഒക്കെ പോയിട്ടാ. എന്താണാവോ? മെസ്സേജ് ഇട്ട് ലൈക്ക് കൊടുത്തിട്ട് പോയിക്കൂടെ? ആരാന്നറിയാലോ. അപ്പം
സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച്. സന്തോഷം. പിന്നെ വേറെന്താണ് വിശേഷം? ഹമീദ് സുഖമായിരിക്കണോ? ആരെയും ലൈനിൽ കാണുന്നില്ലല്ലോ. എല്ലാരും കേട്ടിട്ട് ലൈക്ക് അടിക്കാതെ മെസ്സേജ് ഇടാനൊക്കെ അങ്ങ് പോയി. റെജീന ഇത് പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ. ഇതായിട്ട് പറ്റുന്നില്ല. വെയിൽ ഉദിച്ച് വരുന്നത് കൊണ്ട് ചെറിയൊരു ഇതുണ്ട്. പക്ഷെ തലയിലൊക്കെ ഭയങ്കര തണുപ്പടിച്ചിട്ട് ഒരു മാതിരി ആവുന്നു. സപ്പു ടൈം നോക്കണം കേട്ടോ. ജലദോഷം എന്നെ കൊണ്ട് കൂടാൻ ശ്വാസം കൊടുക്കാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നാളെ ഹോസ്പിറ്റലിൽ പോകണം. അല്ലെങ്കിൽ തുമ്മി ഉള്ള ശബ്ദം കൂടെ പോയി കിട്ടും. എല്ലാവരും ലൈവിൽ വന്നിട്ട് അങ്ങോട്ട് ഓടിപ്പോയി. മെസ്സേജ് ഇല്ല, ലൈക്ക് ഇല്ല. ഞാൻ കുറച്ച് ടൈമിൽ ഓടി വന്നതാണ്. കാരണം നെറ്റിന്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ കറക്റ്റ് ടൈമിൽ എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. അതുകൊണ്ട് സപ്പൂനെയൊക്കെ റെഡിയാക്കി എത്തിയിട്ട് സ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ. അപ്പൊ സപ്പൂനെയൊക്കെ റെഡിയാക്കി എത്തിയിട്ട് എന്നാ നെറ്റ് കിട്ടുമെങ്കിൽ ഒന്ന് ലൈവ് ചെയ്യാമെന്ന് ഓർത്ത് ഇപ്പൊ കുറെ ടൈമായി നോക്കണം, കിട്ടണില്ല. പിന്നെ എന്തോ എന്നാ വേണ്ടാന്ന് വെച്ച് പോവാനായിട്ട് നിന്നപ്പോഴേക്കും കണക്റ്റായി. ഓക്കെ ഓക്കെ. പിന്നെ വേറെന്താണ്? രാവിലെ എല്ലാവർക്കും അല്ലേ സ്കൂളിൽ പോകേണ്ട തിരക്കും ഓഫീസിൽ പോകേണ്ട തിരക്കും ഒക്കെയാണല്ലേ. ഒരു ഇട സമയത്ത് കയറാതെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടൂല. അതാണ് പ്രശ്നം. വല്ല വൈഫൈയും വല്ല ഇനി ആക്കേണ്ടി വരും. അല്ലാണ്ട് നടക്കില്ല. ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ ഇരിക്കും. നെറ്റ് വളർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. പിന്നെ അത് എപ്പോൾ കണക്ട് ആവുമെന്ന് പറയാനേ പറ്റില്ല. 9:30 ആകുമ്പോഴേക്കും വീഡിയോ, 9:30-10 മണിയാകുമ്പോൾ വീഡിയോ വരണമെങ്കിൽ ഒരു 9 കറക്റ്റ് ടൈമിൽ 9:30-10 ഇടയിൽ വരണമെന്നുണ്ടെങ്കിൽ 8:30 ആകുമ്പോഴേ നമ്മൾ വീഡിയോ ഡൗൺലോഡ് വെക്കാൻ വെക്കണം. എന്നാലേ ആ ഒരു സമയമാകുമ്പോഴേക്കും അത് കണക്റ്റ് ആവുള്ളൂ. അത്ര പ്രശ്നമാണ് റേഞ്ചിന്. അതുകൊണ്ട് 8:30 ആകുമ്പോഴേക്കും വീഡിയോ അപ്ലോഡ് ചെയ്യും. അത് കറങ്ങി 9:30-10 ആകുമ്പോഴേക്കും നൈറ്റിൽ വീഡിയോ ഇടാന്ന് ഞാൻ വിചാരിച്ചിട്ട് പിന്നെ ഈ നൈറ്റ് ആകുമ്പോൾ ഭയങ്കര പ്രശ്നമാവും. അപ്പോഴേക്കും പിന്നെ വീഡിയോ ബുദ്ധിമുട്ടാവും. കാരണം ഒരു ടൈം ഇല്ലാണ്ടായി പോകും. പിന്നെ രാവിലെ അങ്ങ് കുറച്ചെങ്കിലും നേരത്തെ അങ്ങ് ആക്കുവാണെങ്കിൽ അതൊരു 3/4 മണിക്കൂറൊക്കെ കൊണ്ട് ഡൗൺലോഡായി അപ്ലോഡായി കയറിക്കൊള്ളും. അതുകൊണ്ടാണ് എപ്പോഴും രാവിലെ വീഡിയോ ഇടുന്നത്. 9:30-10 കൂടി നമ്മുടെ ഷോർട്സ് ഒക്കെ വരും. പേഴ്സണൽ കോണ്ടാക്ട് തരാൻ പറ്റുമോ? ഹമീദിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. ലൈവിൽ വന്ന് പറയാം. നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ കമന്റ് ഇടാം. എന്താണ് പറയാനുള്ളത് പറഞ്ഞോളൂ. ഹമീദ് ഞാൻ പറഞ്ഞത് കേട്ടോ?
ഹമിത് പോയോ? ഹമിത് ഉണ്ടോ അവിടെ? ചെറിയ ചെറിയ ഈച്ച പോകും. അത് കടിച്ചാൽ പിന്നെ ആയിക്കോട്ടെ, അല്ലാണ്ട് എന്ത് ചെയ്യാനാ. മനു എറണാകുളം, ഗുഡ് മോർണിംഗ്. ഞാൻ മനുവിന് വെയിറ്റ് ചെയ്യണല്ലായിരുന്നു കേട്ടോ. ഞാൻ എന്തിനാ മനു പോകുന്നതിന്റെ തിരക്കിലാണോ എന്ന് ഞാനിങ്ങനെ ഓർത്തതേ ഉള്ളേ. ലൈവ് കയറിയപ്പോൾ കൊച്ചിനെ റെഡിയാക്കി സ്കൂളിൽ പോകാൻ ഇരുത്തിയിട്ട് ഞാനും റെഡിയായിട്ട് വന്നപ്പോഴേക്കും ടൈമുണ്ട്. എന്നാൽ പിന്നെ ലൈവ് എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ചായയൊക്കെ കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. സ്കൂളിൽ കൊച്ചിനെ കൊണ്ടുപോകാനായിട്ട് റെഡി ആയിട്ടിരിക്കണയാ. അപ്പം വന്ന് നോക്കിയപ്പോ കൊറേ ട്രൈ ചെയ്തു, നെറ്റ് കിട്ടണില്ല. പിന്നെ വേണ്ടാന്ന് വിചാരിച്ച് പോവാനായിട്ട് നിന്നപ്പോഴേക്കും കണക്ഷൻ ആയി. ലൈക്ക് തന്നൂലേ, താങ്ക്സ് കേട്ടോ. ഇയാള് പോയോ? ഓഫീസിലേക്ക് പോയോ? യു ആർ സോ പ്രിറ്റി, താങ്ക് യു. ഒമ്പത് മണിക്കല്ലേ? ട്രെയിനിലാണോ പോടെ? അതോ വണ്ടി ഉണ്ടോ? ഈ സമയത്ത് നോക്കാം, സപ്പോർട്ട് നേരത്തെ റെഡിയാക്കി ഇട്ടേ ലൈവിൽ വരാമെന്ന് നോക്കാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല നെറ്റ്, പിന്നെ ഒരു രക്ഷയില്ല. എത്ര നോക്കിയാലും കിട്ടൂല. ഇത് തന്നെ കിട്ടൂലെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഇന്നലെയാണെങ്കിൽ പെട്ടെന്ന് കണക്ട് ആയി, ഇന്ന് അത്രയും പറ്റണില്ല. ഇപ്പൊ വീഡിയോ ഇതിപ്പോ 8:30 ആകുമ്പോഴേക്കും ഇട്ടാലേ ഉള്ളൂ. അത് 9:30-10 കൂടി ഡൗൺലോഡ് ആയി കയറുള്ളൂ. സപ്പോ ഷൂസും കൂടെ എടുത്തിട്ടേ, ഷൂസ് എടുത്തിട്ട് 2 വീലർ ഉണ്ടല്ലേ? അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഒന്നും വെയിറ്റ് ചെയ്യണ്ടല്ലോ, പോവാലോ അല്ലേ? അപ്പൊ ഭയങ്കര ബ്ലോക്ക് ആയിക്കൂലേ? എറണാകുളമൊക്കെ ചെല്ലുമ്പോഴേക്കും ഭയങ്കര തിരക്കാവൂലേ സമയക്കാകുമ്പോ? ഓ അങ്ങനെ ഉണ്ടല്ലേ? അപ്പൊ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കറക്റ്റ് ആവും അല്ലേ? അത് നല്ലതാണ്. നോക്കാട്ടോ, എനിക്ക് പറയാൻ പറ്റില്ല. നോക്കാം, ഒരു 1:45 ആകുമ്പോഴേക്കും നോക്കാം. 2 മണിയോട് കൂടി നോക്കാം. അപ്പോഴേക്കും ഞാൻ ഫ്രീ ആവുള്ളൂ. പിന്നെ ഒരു 3 മണി 3:30 വരെ, 3 മണി വരെ ഫ്രീയാ. 3 മണിയാകുമ്പോൾ സപ്പൂന് വിളിക്കാനായിട്ട് പോയാൽ മതി. 2 മണിയാകുമ്പോൾ നോക്കാം, പറ്റുമെങ്കിൽ കിട്ടാം. ലൈവ് ഇടുന്നത് പിൻ ചെയ്ത് ഇടാൻ നോക്കൂ. നോക്കാട്ടോ. ഇയാള് പറഞ്ഞത് കൊണ്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്തത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ലൈവ് എടുത്തിട്ട് അങ്ങനെ പോകും, ഒന്നും ചെയ്യൂല. പിന്നെ അത്രയ്ക്കൊന്നും ചിന്തിക്കണില്ലല്ലോ. ജസ്റ്റ് ലൈവ് ചെയ്യുന്നല്ലാണ്ട് നമ്മൾ ഇതിന്റെ A to Z പഠിച്ചിട്ടൊന്നും അല്ലല്ലോ എന്നാൽ. അങ്ങനെ വീഡിയോ ഇടണമെന്ന് തോന്നി അങ്ങനെ ഇടണോ, അല്ലാണ്ട് അതിന്റെ മുന്നോട്ട് പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇടുന്നുള്ളൂ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠിത്തങ്ങളൊന്നും ഇല്ല. പിന്നെ നല്ല യൂട്യൂബേഴ്സിന്റെ ഒക്കെ കണ്ട് കേട്ടൊക്കെ കുറച്ച് ഇങ്ങനെ ബെറ്ററായി വരുന്നു. പക്ഷെ ഇത് ലൈവ് എടുത്തിട്ട് അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എടുക്കുന്ന പരിപാടിയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇയാൾ പറയുമ്പോഴാണ് ഇങ്ങനെ അങ്ങനെ ചെയ്തത്. 3/4 മണിക്കൂർ മതി അല്ലേ? 3/4 മണിക്കൂർ മതി. പക്ഷെ ഭയങ്കര ബ്ലോക്ക് അല്ലേ അങ്ങോട്ട് എറണാകുളത്തോട്ടൊക്കെ അല്ലേ? തൃപ്പൂണിത്തറ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് അല്ലേ? തൃപ്പൂണിത്തറയല്ല വർക്ക് ചെയ്യുന്നത് അല്ലേ? ജലദോഷമായിട്ടേ നോക്കാൻ പറ്റില്ല, തലവേദന, ശബ്ദം പോയി. കംപ്ലീറ്റ് ഡേ ഡ്യൂട്ടി ആയിരുന്നു. തിങ്കളാഴ്ച ഓക്കെ.
ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചൊവ്വാഴ്ച മുതൽ നൈറ്റ് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടല്ലേ. അതുണ്ടാവുമല്ലേ ഫയർഫോഴ്സ് അല്ലേ എപ്പോഴാണല്ലേ. പിന്നെ വേറെന്താണ് മനു? മനു ചായയൊക്കെ കുടിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? മോനെ കിട്ടോ? ചെയ്തിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ചെയ്തത്. ഒന്ന് നോക്കിക്കോ, അവിടെ ഒന്ന് മുന്നിൽ നോക്കുക. 2 ആഴ്ചത്തെ ലീവൊക്കെ കഴിഞ്ഞ് പിന്നെ സ്കൂളിലോട്ട് പോവാ. ഞാൻ കണ്ടോണ്ടിരിക്ക. ഇന്ന് കാലത്ത് പുട്ടും ബീഫും, ഇറച്ചിപ്പുട്ട്. സാധാ പുട്ടിനോട് ഇറച്ചി കൊടുക്കുമ്പോ ഇറച്ചിപ്പുട്ട് അതന്നെ. പറയാൻ നോക്കിയിരുന്നു. അത് ബീഫ് കഴിഞ്ഞല്ലോ. മനു എന്താ കഴിച്ചേ? കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അതോ ഇനി കഴിക്കാൻ പോണേള്ളോ? ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ വാപ്പിയോട് പറഞ്ഞാൽ മതി. വാപ്പിയെ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നത് എനിക്കറിയില്ല. സപ്പു അത് ഷട്ടിൽ ബാറ്റ് അല്ലേ സപ്പു? നോക്കി പറയാം കേട്ടോ. ഒരു ബാറ്റ് ബോട്ടിൽ ഇന്നലെ വാങ്ങണമെന്ന് വിചാരിച്ചു. മാറ്റ അതിന്റെ ആ പിക്ചറൊക്കെ അങ്ങ് പോയില്ലേ. ഇനി പോകുമ്പോ ഓർക്കണം കേട്ടോ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ഓർക്കണമെന്ന്. ബാറ്റ് ബോട്ടിലെ കാര്യം ഞാൻ പറഞ്ഞില്ല. കാണാത്തവർക്കാണ്. അപ്പോൾ നമുക്ക് വാച്ചുകൂടെ പോകും ചെയ്യാട്ടോ. മനു എന്ന് വിളിച്ചാൽ മതിയോ? ഓക്കെ, മനു എന്ന് വിളിക്കാട്ടോ. സപ്പുന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ? സപ്പു വന്നിട്ട് തുറച്ചു നോക്കുന്നുണ്ട്. അവർക്ക് കാണാൻ പറ്റത്തില്ല. അത് ഇന്ന് ഞാൻ വെള്ളം എടുക്കാനായിട്ട് അങ്ങോട്ട് നോക്കിയപ്പോഴേക്കുമാണ് കണ്ടത്. ഞാനും ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞാൽ കടക്കറിയപ്പോ അങ്ങ് വാങ്ങിയാൽ മതിയായിരുന്നു. എറണാകുളം ജില്ലയുടെ തെക്കേ അറ്റമാണ്. അതൊരു പാലം കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയായി. ടൗണിലാണെന്നും അധികം ടച്ച് ചെയ്യണ്ട, എന്നാലും ബ്ലോക്കുണ്ട്. ഹൈവേയുടെ പണി നടക്കുന്നത് കാരണം. എനിക്കറിയാം. ഞങ്ങള് പോകുമ്പോഴേക്കും ഹസ്ബൻഡിന്റെ വീട് എറണാകുളം പറവൂരാണ്. അപ്പോഴേക്കും ഞങ്ങള് പോകുന്ന ടൈമൊക്കെ ഭയങ്കര 8:30 കൂടി ചെന്നാലും ഭയങ്കര ബ്ലോക്കാ. പിന്നെ ബൈക്കിലാണ് പോകുന്നത് കൊണ്ട് സൈഡൊക്കെ ചേർത്ത് അങ്ങ് പോയാലേ ഉള്ളൂ. ഒത്തിരി വെയിൽ ഉദിക്കുന്നതിന് മുമ്പേ ചെല്ലുള്ളൂ. കൊച്ചിനൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് രാവിലെ അങ്ങ് ഇറങ്ങും. വേറെ ആരെയും ലൈവിൽ കാണുമ്പോഴേക്ക് സപ്പ് ഇവിടെ നിൽപ്പുണ്ട്. ഹസ്ബൻഡ് വർക്കിന് പോയി. പിന്നെ ഫാദറിനും മദറിനും ഷോപ്പുണ്ട്, അവരങ്ങോട്ടേക്ക് പോയി. പിന്നെ വൈകുന്നേരം നമ്മളെല്ലാരും ഉണ്ടാവുള്ളൂ. ഞാൻ അവിടെ ചെന്നിട്ട് കഴിക്കുള്ളൂ. അവിടെ കുടുംബശ്രീ ചേച്ചിമാരുടെ കടയുണ്ട്. ഉച്ചക്ക് ഊണെന്നായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? ഓണമെന്നാണ് വന്നത്. ഉച്ചക്ക് ഊണും അവിടെ തന്നെ. അത് നല്ലതായിരിക്കും അല്ലേ? റേറ്റും കുറവായിരിക്കും, നല്ല ഫുഡും കിട്ടും അല്ലേ കുടുംബശ്രീയുടെ ആകുമ്പോഴേക്ക്. അപ്പൊ എല്ലാം എടുത്തു വെച്ചാ? മറ്റേ നോട്ടിനകത്ത് പേരെഴുതിയാ? ഇല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടോ, ഞാൻ എഴുതി തരാം. സ്കൂളിൽ പോകാൻ മടിയാണോ? തോന്നുന്നുണ്ട്. അല്ലല്ല, മടിയൊന്നുമില്ല. സ്കൂളിൽ പോകണമെന്നാണ് ഇഷ്ടം.
പിന്നെ മദ്രസയിൽ പോകാനായിട്ട് അത്രയും മടിയുള്ളൂ. അത് ഭയങ്കര മടിയാ. ഇതിപ്പോ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇറങ്ങിയ അപ്പൊ തന്നെ പോകണം. വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര മടുപ്പാണ്. അതാണ് ഫേസ് ഒക്കെ അങ്ങനെ കാണിക്കുന്നത്. കാരണം ഇവിടെ അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അവിടെ ചെല്ലുമ്പോൾ നിറയെ കൂട്ടുകാരുണ്ടാവുമല്ലോ. അപ്പൊ സ്കൂളിൽ പോകാനാണ് ഇഷ്ടം. അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ് ഉണ്ടെങ്കിൽ പഠിച്ചങ്ങനെ ടൈം പോവും. ഇങ്ങനെ ലീവ് കിട്ടുവാണെങ്കിൽ പിന്നെ ടിവിയുടെ മുന്നിൽ അങ്ങനെ ഇരിക്കും. പിന്നെ മദ്രസയിൽ പോയിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വരും. അതുകൊണ്ട് അവർക്ക് സ്കൂളാണ് ഇഷ്ടം. അത് വേഗം പോകണം. അതാണ് ആ മുഖം അങ്ങനെ ഇരിക്കുന്നത്. 8:30 ആകുമ്പോഴേ ഓട്ടോറിക്ഷ വരുള്ളൂ. ഇവിടെ കൊണ്ടുപോകണ ഓട്ടോറിക്ഷ ഉണ്ട്. ഞങ്ങൾ പോകണ ഓട്ടോറിക്ഷ, ഞങ്ങൾ 2 മാത്രം സ്ഥിരമായിട്ട് പോകണ ഓട്ടെ. ആ ചേട്ടൻ 8:30 ആകുമ്പോഴേ വരുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ ലൈനിൽ വന്ന റേഞ്ച് നോക്കി കയറുന്നതാണ്. അപ്പൊ 8:30 ആകുമ്പോൾ ഇരുന്നിട്ട് ഇറങ്ങും. ആ ഓക്കെ, പോയിട്ട് വാ. ലൈവിലുള്ളവരെല്ലാം ലൈക്ക് കൊടുത്ത് മെസ്സേജ് ഇട്ട് വന്നേ. മെസ്സേജ് ഇടാണ്ട് ഞാൻ എങ്ങനെ അറിയാ ആരാന്ന്? കുറച്ച് ടൈം കൂടെ ഉള്ളു കേട്ടോ. അത് കഴിയുമ്പോഴേക്ക് പോകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ടൈമിൽ ഇട്ട് നോക്കാം. ലൈവിൽ വരാൻ പറ്റുമോ നോക്കാം. മോനുള്ള എണ്ണ എല്ലാം കൂടെ തിന്നണ്ട. ഇപ്പൊ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ അങ്ങോട്ട് ചുമ തുടങ്ങും. ആനുവൽ എക്സാം ആണെന്ന് ഓർത്തോളൂ ഇനി അങ്ങോട്ട്. വെച്ചെടുത്ത് നോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അറിയാലോ. അതുകൊണ്ടാണ് എണ്ണ കഴിക്കണ്ടെന്ന് പറയുന്നത്. നോട്ട് കിട്ടാണ്ട് പഠിക്കാൻ പറ്റുമോ? ലീവാകി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോട്ട് കിട്ടാണ്ട് ഇങ്ങനെ പഠിക്കും. അതുകൊണ്ടാണ് സ്കൂൾ കഴിയുന്നോടം വരെ എണ്ണയുടെ ഐറ്റംസ് ഒക്കെ കുറയ്ക്കാൻ പറയുന്നത്. പപ്പടം ഇല്ലേലും കഴിക്കാലോ, കറി ഉണ്ടല്ലോ. എടി ഒടുക്കത്തെ കാലത്ത് പപ്പടം ഇട്ടാ അവർക്ക് കറിയുടെ എരിവ് വരുമല്ലോ. ആണോ? അത് പുതിയൊരു കണ്ടുപിടുത്തമാ സപ്പൂല്ലേ. പപ്പടം ഇട്ടാ കറിക്ക് എരിവ് വരൂല. എന്റെ സപ്പുക്കുട്ടാ. ഇപ്പൊ ലൈവിലുള്ളത് ആരാണ്? ഒന്ന് ലൈക്ക് കൊടുത്ത് മെസ്സേജ് ഇട്ട് ആരാത് നോക്കട്ടെ. ആരായാലും ഗുഡ് മോർണിംഗ്. കാപ്പിയൊക്കെ കുടിച്ചോ? ഇതാണ് വിശേഷം. ഇവിടെ നല്ല തണുപ്പാണ്. അയ്യോ, ഇവക്കൊന്നും തണുപ്പില്ലെന്ന്. എനിക്കാണെങ്കിൽ നേരെ വെളുത്തപ്പോ തൊട്ട് തണുപ്പായി. എനിക്ക് ജലദോഷം ജലദോഷം കൊണ്ടാണ്. ഇന്നലെ വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റപ്പോ തുമ്മലും ജലദോഷവും എന്താണാവും. എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം, അല്ലാണ്ട് ശരിയാവൂല. ത്രോട്ട് പെയിൻ ഒക്കെ വരുമല്ലെങ്കിൽ. മുഖത്ത് കൊള്ളല്ലേ കമ്പ്. ഈ സ്കൂളിൽ പോണ സമയത്ത് കസർത്ത് കാണിക്കാൻ സപ്പു അത് ഒതുക്കിയിട്ടിട്ട് വാ. ഇത് തന്നെ ആ കമ്പൗണ്ട് കാണിക്കുന്ന സ്ഥലത്തിലാ കസർത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ നീ കൊണ്ട് കമ്പൗണ്ട് ആക്ഷൻ കാണിച്ചില്ലേ, അത് തന്നെ. ഞാൻ ഒച്ചിടാനില്ല അതിനോട്. ഒച്ചിട്ട് കഴിഞ്ഞാൽ എന്റെ ഉള്ള ഒച്ചയും കൂടെ പോകും. ഒരുവിധം ഞാൻ ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഒരു ഇത്തിരി ഒച്ച എടുത്ത് വെച്ചിട്ടുണ്ട്. നിന്നോട് ഒച്ചയിട്ട് അതും കൂടെ പോകും കുറച്ച് കഴിയുമ്പോ. അപ്പൊ പിന്നെ ഞാൻ മിണ്ടൂലല്ലോ അല്ലേ? ഒച്ച പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ വഴക്കുറയാൻ വരില്ലല്ലോ അല്ലേ? മിണ്ടാൻ അവിടെ തോന്നുമല്ലോ അല്ലേ? അങ്ങനെയാണ് സപ്പോർട്ട് സമാധാനം കിട്ടും. ഇന്ന് കൊണ്ടില്ല നാളെ. അയ്യോ, അപ്പൊ പഠിക്കാൻ പോണ്ടേ? ഇനി ഒരു ലീവിന്റെ കാര്യം പറയേ വേണ്ട. ആവശ്യമില്ലാത്ത ലീവുകളൊന്നും വേണ്ട.
ആ ഒന്നുമില്ല, അത് തിരിച്ചു വന്ന് മുഖത്തേക്ക് കൊള്ളരുത് കേട്ടോ. ആ ആരാണ് ലൈവിൽ വന്നിട്ട് ഓടി ഓടി പോകുന്നത്? ആരാണ്? ഒന്ന് ലൈക്ക് അടിച്ച് മെസ്സേജ് ഇട്ട്. ആരോ ഒരാൾ ലൈവിലുണ്ട്. പോയോ? ഞാനത് പറഞ്ഞപ്പോഴേക്കും പോയി. സപ്പു മാസ്ക് എടുത്തോ? മാസ്ക് എടുത്തോ? ഒരു മാസ്ക് അവിടെ ആ ടിഫിൻ ബാഗിനകത്ത് കൊണ്ട് വെച്ചിട്ട് ഞാൻ എടുത്താൽ വേസ്റ്റ് കൊണ്ടേ കിട്ടുന്നുണ്ട്. അതേതാ? നിന്റെ മാസ്ക് ആണോ? സ്കൂളിൽ കൊടുത്ത മാസ്ക് ആണോ ആ ചുട്ടിക്കുട്ടി വെച്ചിരുന്നത്? ഞാൻ ആ വേസ്റ്റ് കൊണ്ടിൽ എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. ഇതെങ്ങനെ മാസ്ക് വെക്കും? വെച്ചിട്ടുണ്ടോ? അത് പറയാൻ പറ്റത്തില്ല. വല്ല തുമ്മലോ പിള്ളേർക്കുണ്ടെങ്കിൽ വെച്ചോണം. ഇതിനെക്കാണെ ആരെങ്കിലും വഴിയേ പോയാൽ മതി. ആ കളിയാക്കണല്ല സാധാ. പിന്നെ 2 ആഴ്ചത്തേക്ക് സ്കൂളിൽ കൊണ്ട് വരത്തില്ല. ഒരാള് ലൈവില് വന്നിട്ട് വരാ പോവാ ആരാണാവോ? ലൈക്ക് കൊടുത്ത് മെസ്സേജ് ഇടുക. ലൈക്ക് കൊടുത്ത് മെസ്സേജ് ഇടുക. ആരാണാവോ ഒളിച്ചു കളിക്കുന്നത്? മെസ്സേജ് ഇടൂ, അറിയട്ടെ ആരാന്ന്. എന്റെ സപ്പു, എനിക്ക് തണുപ്പ് കൂടി വരണേന്ന് തോന്നുന്നു. പിന്നെ വെളിയിൽ ഇറങ്ങാണ്ട് പോവാൻ പറ്റുമോ? അകത്ത് വരെ പോവാൻ പറ്റുമോ? എന്തായാലും വെളിയിൽ ഇറങ്ങണമല്ലോ. പുറത്തും പൊതിച്ചോണ്ടാണോ ഞാൻ വെളിയിലോട്ട് ഇറങ്ങി വരുന്നത്? എനിക്ക് മാത്രമേ ഉള്ളൂ ഈ തണുപ്പ്. സപ്പു, നിനക്കൊന്നും തണുപ്പില്ലേ? ഓ എന്താണോ ആവോ, എല്ലാം തണുപ്പെല്ലാം കൂടെ എനിക്കാന്ന് തോന്നുന്നു. അങ്ങോട്ടും കൂടെ ഒന്ന് നോക്കിക്കോണേ. ഒരു 5 മിനിറ്റ്, 25 ആകുമ്പോ പറഞ്ഞു. കറക്റ്റ് 30 ആകുമ്പോ പറഞ്ഞു. നമ്മള് റെഡി ആയിരിക്കുമല്ലേ? നമുക്ക് ബാഗ് എടുക്കുക, പോവുക, അത്രേ ഉള്ളൂ. ഇപ്പൊ അതേ ലൈവിൽ കിട്ടണുണ്ട്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ കിട്ടൂല. മൂക്ക് അടഞ്ഞു സപ്പു. സ്കൂൾ ബസ്സിലാക്കിയ പോവോ? വാപ്പടി ചോദിക്കട്ടെ. അടുത്ത വർഷം മുതൽ സ്കൂൾ ബസ്സിലാക്കാം. ഈ വർഷം പോട്ടെ, കഴിയാറായില്ല. അവിടെ 7:45 വണ്ടി വരും. അപ്പൊ അങ്ങോട്ട് പോയാൽ മതി. കറക്റ്റ് 4:30 നമ്മള് വരുന്ന നമ്മുടെ ഓട്ടോടെ പുറകെ തന്നെ നിന്റെ സ്കൂൾ ബസ് വരുന്നുണ്ട്. ഒത്തിരി ചുറ്റി കറങ്ങൂല. 4:30 ആകുമ്പോ ഇവിടെ എത്തും. 8-ാം നമ്പർ ബസ്സാന്ന് തോന്നുന്നു. 8-ഓ 12-ഓ 2 ബസ് ഈ റൂട്ടാ വരുന്നത്. നോക്കാം നമുക്ക്. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ പോണേ കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് നോക്കാം. ലൈവിൽ പറ്റുമെങ്കിൽ വരാം. കൊച്ചിന്റെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ടൈമായി കേട്ടോ. ഓക്കെ. ഹായ് മായ. ഞാൻ അങ്ങോട്ട് പോവായിരുന്നു കേട്ടോ. അപ്പോഴേക്കുമാണ് മായ വന്നത്. മായേനെ കൂടെ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. മായ കാപ്പി കുടിച്ചോ? മായ എവിടെയാണ് സ്ഥലം? മായ എവിടെയൊക്കെ തണുപ്പുണ്ടോ? ഇവിടെ കോട്ടയത്ത് എനിക്ക് ഭയങ്കര തണുപ്പ്. എന്താണാവോ, എനിക്ക് മാത്രമേ ഉള്ളൂ പറയാം. കൊച്ചു പറയണ കൊച്ചിനൊന്നും തണുപ്പില്ല. അപ്പൊ എല്ലാവർക്കും ബൈ. മെസ്സേജ് തന്നവർക്കും ലൈവിൽ വന്നവർക്കും ഒക്കെ താങ്ക്സ്. അപ്പം ഉച്ച കഴിഞ്ഞിട്ട് വരാൻ പറ്റുമോ നോക്കാം. പറ്റുമെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ലൈവിൽ വരുന്നതായിരിക്കും. റേഞ്ച് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൈവിലുണ്ടാവും. അപ്പം ഫ്രീ ആയിട്ടുള്ളവരൊക്കെ ലൈവിൽ വാട്ടോ. അപ്പം പോവാട്ടോ.
എല്ലാവരും പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വർക്കിനൊക്കെ പോയി, സ്കൂളിൽ പോകേണ്ടവരെല്ലാം സ്കൂളിലും പോയി അല്ലേ. അപ്പൊ ഞങ്ങള് സ്കൂളിൽ പോയിട്ട് വരാം കേട്ടോ. ബൈ. ഞാൻ കണ്ടു കേട്ടോ മഴ, കണ്ടിട്ടോ സൂപ്പറൊക്കെ കണ്ട്. പോകാൻ ടൈം ആയതുകൊണ്ടാണ്. ഉച്ചക്ക് നോക്കാം, മഴയ്ക്ക് പറ്റുമെങ്കിലുവാ. എനിക്ക് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ കിട്ടൂല. നോക്കാം, എന്തായാലും ഉച്ചക്ക് നോക്കാം, ചെയ്ത് നോക്കാം. രണ്ടോട് കൂടി ഞാൻ നോക്കാം, 2 മണിയോട് കൂടി നോക്കാം ലൈവ് കയറാൻ പറ്റുമെങ്കിൽ വരാട്ടോ. മഴ ഫ്രീ ആണെങ്കിൽ വാട്ടോ. ഇപ്പൊ പോവാണേ, കാപ്പിയൊക്കെ കുടിക്കട്ടാ. ബൈ.